എന്നത്തെയും പോലെ തന്നെ രാവിലെ 5 മണിയപ്പോൾ ഉറക്കം എഴുന്നേറ്റ് സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അരിയും അടുപ്പിടാമെന്ന് കരുതിയിട്ട് അരിയൊക്കെ അടുപ്പിട്ടു സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കടലക്കറി വെക്കാനായിട്ടുള്ള വെപ്രാളമാണ് ഈ കാണുന്നത്. അപ്പോൾ കടലക്കറി കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. എല്ലാം കൂടി അരിഞ്ഞ് മസാലപ്പൊടിയും ഓയിലും ഒക്കെ ചേർത്ത് പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് അടുപ്പിൽ വെച്ച് 5-6 വിസിൽ കേൾപ്പിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആച്ചൂസിന് പല്ല് തേക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അതേ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തോരൻ വെക്കാനായിട്ട് മുട്ടക്കോസ് ഉണ്ട്. അപ്പോൾ മുട്ടക്കോസ് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി കറിവേപ്പില ഒടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പിലും കാന്താരി ഒടിച്ച് വന്നതിന് ശേഷം പിന്നെ കടലക്കറി അങ്ങ് റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് പൂരി പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരി ഇതുപോലെ നിങ്ങളുണ്ടാക്കുമ്പോൾ പൊങ്ങി വരാറുണ്ടോ? ചില ദിവസങ്ങളിൽ ഇങ്ങനെ നല്ലോണം പൊങ്ങി വരാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ മുടി കെട്ടാനായിട്ട് ഓടി വന്നു. അപ്പോൾ ആച്ചൂസിൻ്റെ മുടിയൊക്കെ കെട്ടിയതിന് ശേഷം ആച്ചൂസിന് ലഞ്ചായിട്ട് നമ്മൾ പൂരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് സെറ്റാക്കി മോളെ പറഞ്ഞിട്ട് എൻ്റെ മോള് ഈ സമയത്താണ് കേട്ടോ പോണത്. 7:15 ഉള്ളൂ പാവം. അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് പിന്നെ പാത്തുവിനുള്ള ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ തിരികെ. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി. പിന്നെ അതിന് ശേഷം അരിയൊക്കെ വടിച്ചിട്ടു. പാത്തുവിന് ലഞ്ചൊക്കെ റെഡിയാക്കി. പാത്തുമോളും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുവാമോൾ കാപ്പി കുടിക്കുകയാണ്. പിന്നെ കുറച്ച് പൂരിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ ചുട്ടെടുത്തു. പിന്നെ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.